ഹലോ എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ ഓണം ഷോപ്പിങ്ങിൻ്റെ വ്ലോഗാണ്. അപ്പോൾ നമ്മൾ നേരെ ഇപ്പോൾ അങ്കമാലിയിലേക്കാണ് പൊക്കോണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാനും അമ്മയും കൂടി ഒരു ഉച്ചയായപ്പോൾ ഇറങ്ങിയതാണ്. നമ്മുടെ വീട്ടിൻ്റെ അടുത്ത് നിന്ന് ഏറ്റവും നിയറസ്റ്റ് ആയിട്ട് നമുക്ക് അത്യാവശ്യം നല്ല രീതിയിലുള്ള കളക്ഷൻസ് ഒക്കെ കിട്ടുന്ന ഒരു സ്ഥലത്തേക്കാണ് പോകുന്നത്. അപ്പോൾ അങ്കമാലിയിലുള്ള ഓപ്ഷൻസിലാണ് നമ്മൾ വന്നിട്ടുള്ളത്. അപ്പോൾ ഞാനിവിടെ ആദ്യമായിട്ടല്ല വരുന്നത്. മിക്കവാറും ഇതുവഴി പോകുമ്പോൾ ഇവിടെ കയറാറുണ്ട്. അപ്പോൾ നമുക്കിനി അകത്തേക്ക് പോകാം. എന്തായാലും ഓണമായിട്ട് റിലേറ്റ് ചെയ്ത ഒരുപാട് ഓഫേഴ്സും ഒക്കെ തന്നെ ഉണ്ടാവും. നമുക്ക് നേരെ അകത്തേക്ക് ചെല്ലാം. കയറി ചെല്ലുമ്പോൾ തന്നെ നല്ല സുന്ദരികളായിട്ട് ഒരുങ്ങി കുറേ പ്രതിമകൾ നിരന്ന് നിൽപ്പുണ്ട് ഗൈസ്. എന്തായാലും ഓണം റിലേറ്റ് ചെയ്തിട്ടുള്ള ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ തന്നെ അടിപൊളിയായിട്ടുണ്ട്. ഈ ഗ്രൗണ്ട് ഫ്ലോറിൽ തന്നെ ഒരു സൈഡായിട്ട് അത്യാവശ്യം ഓർണമെന്റ്സിന്റെ ഒരു സെക്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ കോസ്മെറ്റിക്സിന്റെ ഏരിയാസ് ഉണ്ട്. പിന്നെ പേഴ്സണൽ കെയർ പ്രൊഡക്ട്സിന്റെ ഒരു സെക്ഷൻ ഉണ്ട്. പിന്നെ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഹാൻഡ് ബാഗ്സും വാലറ്റ്സിന്റെ ഒക്കെ ഒരു ഏരിയ ഉണ്ട്. പിന്നെ കുറേ കമ്മലൊക്കെ ഉണ്ട് കേട്ടോ. ഒരുപാട് ഡിസൈനിൽ വരുന്ന വെറൈറ്റി കമ്മലൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാം തന്നെ ഇവിടെ കിട്ടും. നമുക്ക് ഡ്രസ്സ് എടുത്ത് ഇറങ്ങി കഴിഞ്ഞാൽ ഇവിടെ തന്നെ എല്ലാം കിട്ടും. അപ്പോൾ നമുക്കിനി നേരെ ഫസ്റ്റ് ഫ്ലോറിലേക്ക് പോകാം. ഫസ്റ്റ് ഫ്ലോറിൽ നമ്മൾ കിഡ്സിൻ്റെയും മെൻസിൻ്റെയും കളക്ഷൻ്റെ സെഷനിലേക്കാണ് ആദ്യമേ വന്നത്. അപ്പോൾ ഇവിടെ നിന്ന് നിങ്ങൾക്ക് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും അത്യാവശ്യം വൈഡ് റേഞ്ച് ഓഫ് കളക്ഷൻസ് തന്നെയാണ് ഇവർ ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഷർട്ടാണ് നോക്കിയത്. അപ്പോൾ ഇന്ന് നമ്മൾ നമ്മുടെ ഫാമിലി മെമ്പേഴ്സിന് എല്ലാവർക്കും ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത്. അത്യാവശ്യം ഷർട്ടിൻ്റെ നല്ല രീതിയിലുള്ള കളക്ഷൻസും കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. മെൻസിൻ്റെ ഫങ്ഷണൽ വിയേഴ്സ് ആയിട്ടുള്ള ഡ്രസ്സൊക്കെ തന്നെ നല്ല കളക്ഷൻ ഉണ്ട്. പിന്നെ നമ്മൾ മുണ്ട് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആ ഏരിയയിലേക്ക് വന്നു, അതൊക്കെ വാങ്ങിച്ചു. പിന്നീട് എൻ്റെ അനിയന് പാൻസും ഷർട്ടും ഒക്കെ നോക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ടേക്ക് പോയി. അങ്ങനെ നമ്മൾ ഓരോ ആൾക്കാരെ ഓർത്ത് നമ്മളിങ്ങനെ ഡ്രസ്സ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആരെങ്കിലും വിട്ടുപോയി കഴിഞ്ഞാൽ പിന്നെ അത് പ്രശ്നമല്ലേ, അങ്ങനെ നമ്മൾ വാങ്ങിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അവിടുന്ന് നമ്മൾ അടുത്ത ഫ്ലോറിലേക്ക് പോയി. ഇവിടെ ലേഡീസ് കളക്ഷനാണ്. ലേഡീസിൻ്റെ കുർത്ത സെറ്റ്, അതുപോലെ തന്നെ ടോപ്സ്, ചുരിദാർ, അതുപോലെ ഫങ്ഷണൽ വെയേഴ്സ് ആയിട്ടുള്ള വലിയ ഗൗണ് കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ഫ്ലോറിൽ വരുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ കുറേ കുർത്ത സെറ്റ് കാര്യങ്ങളൊക്കെയാണ് നോക്കിയത്. അത്യാവശ്യം നല്ല റേഞ്ച് ഓഫ് കളക്ഷൻ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ലേറ്റസ്റ്റ് ട്രെൻഡിങ് ആയിട്ട് വരുന്ന ഇപ്പം ഓണത്തിൻ്റെ റിലേറ്റ് ചെയ്തിട്ടുള്ള കളക്ഷനൊക്കെ തന്നെ അവർ കാണിച്ചിട്ടുണ്ടായിരുന്നു. നല്ല ടോപ്പും കാര്യങ്ങളൊക്കെ ആയിരുന്നു. നല്ല അഫോർഡബിൾ റേറ്റിനുമാണ് ഇവിടുന്ന് ഇതൊക്കെ കിട്ടുന്നത്. പിന്നീട് കുറച്ചും കൂടി ഒരു ഒരു എന്താ പറയുക, ഒരു ഫങ്ഷണൽ വിയേഴ്സ് ആയിട്ടുള്ള കുറേ സംഭവങ്ങളുണ്ടായിരുന്നു. അതുകൊണ്ട് ഇങ്ങനത്തെ ഡ്രസ്സ് ഒരുപാടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ തന്നെ അത്യാവശ്യം നല്ല വെറൈറ്റി കളക്ഷൻസ് ഉണ്ട്. നമ്മൾ മറ്റെങ്ങും കാണാത്ത കുറേ നല്ല കളക്ഷൻസ് ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതെല്ലാം നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. പിന്നീട് നമ്മൾ കണ്ടില്ലേ, ഇതിപ്പം ലേറ്റസ്റ്റ് ആയിട്ട് ഓണത്തിൻ്റെ പുതിയ ട്രെൻഡിങ് സാധനമാണെന്നാണ് അവർ പറഞ്ഞത്. ഇത്തരത്തിലിങ്ങനെ ഡിസൈൻ വരുന്ന പട്ടുപാവാട ഉടുപ്പ് കാര്യങ്ങളൊക്കെ. അപ്പോൾ അതിൻ്റെ തന്നെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്ന സംഭവങ്ങളും ഉണ്ട്. നമുക്ക് റെഡിമെയ്ഡായിട്ട് വേണമെങ്കിൽ വാങ്ങിക്കാം. അപ്പോൾ ഇതൊക്കെ നല്ല രസമുണ്ടായിരുന്നു. ഒരു വെറൈറ്റി ഉണ്ട്. എപ്പോഴും നമ്മൾ പട്ടുപാവാട ഉടുപ്പൊക്കെ കാണുന്ന കണക്കല്ല, നല്ലൊരു വെറൈറ്റി ഡിസൈനൊക്കെ ആയിട്ട് തോന്നി. പിന്നെ ഈ ഒരു റെഡ് കളർ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇത് ഞാൻ വാങ്ങിച്ചു കേട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നു ഇത് കാണാൻ. പിന്നെ എനിക്ക് അവിടെ നല്ലൊരു ടോപ്പ് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ജസ്റ്റ് ഞാനതൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് പോയി. ആ ടോപ്പും നല്ല ഭംഗിയുണ്ടായിരുന്നു. എനിക്കത് കുറേ ഇഷ്ടപ്പെട്ടു. നല്ല രസമുണ്ടായിരുന്നു. പിന്നീട് നമ്മളെടുത്ത ടോപ്സിന് പാൻറ്റും കാര്യങ്ങളൊക്കെ നോക്കാനായിട്ട് പോയി. കുറേ നേരമായിട്ട് ഇങ്ങനെ നടന്ന് അലയുന്നത് കൊണ്ട് എനിക്ക് കാലൊക്കെ കഴിച്ചപ്പോഴേക്കും ഞാൻ ഒരിടത്തൊന്ന് ഇരുന്നു. പിന്നെ നമ്മൾ അവിടെ നിന്ന് എഴുന്നേറ്റ് അടുത്ത സെഷനിലേക്ക് പോയി. ഇതെന്ന് പറയുന്നത് കട്ട് പീസിൻ്റെ സെഷനാണ്. നമുക്ക് സാരി വരെ വേണമെങ്കിൽ ഇവിടെ നിന്ന് നമുക്ക് തുണി കട്ട് ചെയ്തെടുക്കാം. ഡിസൈനർ സാരിയൊക്കെ എടുക്കുന്നവർക്ക് ഇവിടെ വരാം. പിന്നീട് നമ്മൾ അടുത്ത ഫ്ലോറിലേക്ക് പോവാണ്, അടുത്ത സെഷനിലേക്ക്. അപ്പോൾ നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് സാരിയുടെ മാത്രം കളക്ഷൻ സൈഡിലേക്കാണ്. ഇവിടെ നേരെ ചെന്നപ്പോൾ കുറേ സുന്ദരി പ്രതിമകൾ റെഡിയായിട്ട് സുന്ദരികളായിട്ട് നിൽപ്പുണ്ട്. ഇനി നമ്മൾ നേരെ സാരിയുടെ സെഷനിലേക്കാണ് പോകുന്നത്. അപ്പോൾ സെറ്റ് സാരി ആണല്ലോ ഓണത്തിൻ്റെ മൊത്തത്തിലൊരിത്. അപ്പോൾ സെറ്റ് സാരി കാര്യങ്ങളൊക്കെ നമ്മൾ വാങ്ങിച്ചു. നല്ല കളക്ഷൻ ഉണ്ടായിരുന്നു കേട്ടോ. സെറ്റും മുണ്ടിനായാലും നല്ല കളക്ഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഈ ഒരു ഏരിയ ശരിക്കും ബ്രൈഡൽ സെഷനാണ്. ഞാനത് ജസ്റ്റ് ഇങ്ങനെ കണ്ടുപോയിട്ടുള്ളൂ. ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് ഞാനിങ്ങനെ അകത്തേക്കൊന്നും കയറി ചെന്നിട്ടില്ല. അപ്പോൾ ഇന്നാണ് ഞാൻ ശരിക്കും ഇതൊന്ന് കാണുന്നത്. വൈഡ് റേഞ്ച് ഓഫ് കളക്ഷൻ ഉണ്ട് കേട്ടോ, പറയാതിരിക്കാൻ വയ്യ. കാരണം നമുക്ക് ഇഷ്ടപ്പെടുന്ന വൈഡ് റേഞ്ച് ഓഫ് കളക്ഷൻസ് ഉണ്ട്. ഇപ്പോൾ അത്യാവശ്യം നല്ല സ്പേഷ്യസുമാണ്. ഇപ്പം നമ്മൾ ബ്രൈഡൽ കളക്ഷനൊക്കെ നോക്കാൻ വരുമ്പോൾ ഫാമിലി റിലേറ്റീവ്സ് ഒക്കെ ആയിട്ടാണല്ലോ വരുന്നത്. അപ്പോൾ എല്ലാവരും ഒക്കുപ്പ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു സ്പേഷ്യസ് ആയിട്ടുള്ള സംഭവമുണ്ട്. പിന്നെ നല്ല സാരിയുടെ കളക്ഷൻ, നല്ല കാഞ്ചീപുരം പട്ടുസാരിയുടെ കളക്ഷൻസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് പോയി നോക്കി. അങ്ങനെ നോക്കി വന്നപ്പോൾ ഈ ഒരു സാരി കണ്ടു.
ഇത് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കാണാൻ. നേരിട്ട് കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇതൊരു 6000 സംതിങ് റേഞ്ച് വരുന്ന നല്ല കാഞ്ചീപുരം പട്ട് സാരിയാണ്. പിന്നീട് ഇതാണ്ട് ഈ ഒരു സാരി എനിക്കിഷ്ടപ്പെട്ടു. ഇത് ഞാൻ വാങ്ങിച്ചില്ല, ജസ്റ്റ് കാണാൻ വേണ്ടി എടുത്തതാണ്. ഇതൊരു 15K വരുന്ന റേഞ്ചിൽ വരുന്ന കാഞ്ചീപുരം പട്ട് സാരിയാണ്. അപ്പോൾ നമുക്ക് ഫങ്ഷൻ വെയേഴ്സ് ആയിട്ടും അല്ലെങ്കിൽ നമുക്ക് കല്യാണത്തിനൊക്കെ ഇടാൻ പറ്റുന്ന നല്ല കളക്ഷൻസ് ഉണ്ട്. പിന്നെ ബ്രൈഡ്സിന് തന്നെ വേണമെങ്കിൽ റിസപ്ഷൻ ഇടാൻ പറ്റുന്ന റെഡിമെയ്ഡ്സ് ഉണ്ട്. അല്ലാതെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്ന തുണികളാണെങ്കിൽ അങ്ങനെയുണ്ട്. മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം കൊള്ളാം. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന ട്രെൻഡിങ് ആയിട്ടുള്ള ഒരുപാട് സംഭവങ്ങളുണ്ട് കേട്ടോ. അപ്പോഴേക്കും ഞാനിങ്ങനെ അലഞ്ഞ് തിരിഞ്ഞ് നടന്നപ്പോൾ എനിക്ക് അവരൊരു കോഫി തന്നു. അങ്ങനെ ഞാൻ കോഫി എല്ലാം കുടിച്ച് പിന്നെയും അവിടെ എല്ലാം ചുറ്റിപ്പറ്റി അങ്ങനെ നിൽക്കുമായിരുന്നു. അപ്പോഴേക്കും നമ്മൾ അവിടുത്തെ കുറേ ചേച്ചിമാരൊക്കെ ആയിട്ട് ഭയങ്കര കമ്പനിയായി, സംസാരമായി, കളിയായി, ചിരിയായി. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് എല്ലാം എടുത്തു. ഇനി നമ്മൾ താഴെ ബില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. അങ്ങനെ ബില്ലിംഗ് എല്ലാം കഴിഞ്ഞ് നമ്മൾ ഡെലിവറി സ്ഥലത്തേക്ക് പോയി. അപ്പോൾ അവിടെ ചെക്കിംഗ് ഒക്കെ നടക്കുകയാണ്. കുറേ സാധനം വാങ്ങിച്ചു കേട്ടോ, ഇഷ്ടം പോലെ സാധനം വാങ്ങിച്ചു. പക്ഷെ നമ്മൾ വിചാരിച്ച അത്ര റേറ്റ് ഒന്നും വന്നതുമില്ല. അപ്പോഴാണ് അവിടുന്ന് കുറേ കൂപ്പൺ കിട്ടിയത്. അപ്പം ഞാനും അമ്മയും 2 സൈഡിൽ നിന്ന് തകർത്ത് പിടിച്ച് എഴുതുകയാണ്. ഏകദേശം 15 കൂപ്പൺ എന്തോ കിട്ടി കേട്ടോ, എല്ലാം എഴുതിയിടണം. ഇവിടെ ഓണം സ്പെഷ്യൽ സമ്മാനമുണ്ട് കേട്ടോ. ഈ കൂപ്പൺ നറുക്കെടുക്കുന്ന ഭാഗ്യശാലിക്ക് 1/2 കിലോയുടെ സ്വർണം സമ്മാനമുണ്ട്. എനിക്ക് കിട്ടുമോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയത്തില്ല. എന്തായാലും ഞാൻ എഴുതിയിട്ടിട്ടുണ്ട്. കിട്ടുകയാണെങ്കിൽ ഉറപ്പായിട്ടും എൻ്റെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനെയും ഞാൻ അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ ഓൾമോസ്റ്റ് നമ്മുടെ പർച്ചേസ് എല്ലാം കഴിഞ്ഞ് നമ്മളിനി ഇറങ്ങുകയാണ് ഇവിടുന്ന്. അപ്പോൾ നമുക്ക് വലിയൊരു ബാഗും അതുപോലെ തന്നെ കുറേ കവറും കിട്ടി. ഫൈനലി നമ്മളെല്ലാം വാങ്ങിച്ച് പുറത്തേക്ക് ഇറങ്ങി. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഷോപ്പിംഗ് വ്ലോഗ്. അപ്പോൾ ഈ വഴി പോകുമ്പോൾ എല്ലാവരും ഒന്ന് കയറി നോക്കുക. മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ടാറ്റാ ബൈ ബൈ.